2024 3 ഇയർ LLB പ്രോഗ്രാമുകളിലേക്കായിട്ട് ഇപ്പോൾ എൻട്രൻസ് കമ്മീഷണർ അതായത് www.ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 2/8/2024 5 മണി വരെയാണ് നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സമയം. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അഡ്മിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 4 ഗവൺമെൻറ് കോളേജുകൾ, അതായത് ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, ട്രിവാൻഡ്രം, ഈ 4 ഗവൺമെൻറ് കോളേജുകളും പിന്നെ 11ഓളം പ്രൈവറ്റ് കോളേജുകളിലെ മെറിറ്റ് സീറ്റിലേക്കുമാണ് എൻട്രൻസ് കമ്മീഷണർ വഴി വെബ്സൈറ്റ് വഴി നമ്മൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. ആ എൻട്രൻസ് എക്സാം നടക്കുന്നത് 18/8/2024 നിങ്ങൾക്ക് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് 12/8/2024 മുതൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പ്രൊഫൈലിലൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പ്രൊഫൈൽ കിട്ടുമല്ലോ, അതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ അഡ്മിറ്റ് കാർഡ് വരുമ്പോഴാണ് എവിടെയാണ് നമ്മൾ എക്സാം എഴുതേണ്ട സ്ഥലം എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുക കേട്ടോ. അപ്പോൾ എക്സാം നമുക്ക് ശരിക്കും 3 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 5 മണി വരെയാണ്. പക്ഷേ ഇവിടെ റിപ്പോർട്ടിംഗ് ടൈം 1 മണിയും അതുപോലെ തന്നെ നിർബന്ധമായിട്ടും 2:30 തന്നെ നിങ്ങൾ എക്സാം ഹാളിലെത്താനും 2:45 നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആക്കും. 3 മണിക്ക് എക്സാം തുടങ്ങുകയും ചെയ്യും കേട്ടോ. അപ്പോൾ 5 മണി വരെയാണ് എക്സാം നടക്കുന്നത്. എക്സാം ഹാളിൽ നമുക്ക് അഡ്മിറ്റ് കാർഡും പിന്നെ നമുക്കൊരു ID പ്രൂഫും ഒരു ട്രാൻസ്പെറൻറ്റ് ബോൾ പെന്നും മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. റെഫർ ചെയ്യാനുള്ള മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും. റിസൾട്ട് 31/8/2024 വരുമെന്നാണ് ഇപ്പോൾ ഈ ഒരു നോട്ടീസ് പറയുന്നത്. എന്തെങ്കിലും താമസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി അത് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള എല്ലാ റിസർവേഷൻസും നിങ്ങൾക്ക് കിട്ടും. SC ST OEC അതുപോലെ തന്നെ SCBCയിൽ വരുന്ന റിസർവേഷൻസ്, അങ്ങനെ ഏതൊക്കെ റിസർവേഷൻ കേരള ഗവൺമെൻറ് നേറ്റിവിറ്റി ഉള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ ആ ഒരു നേറ്റിവിറ്റി അതിൻ്റെ ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ OBC ആണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനെന്ന് പറഞ്ഞ് വാങ്ങാം കേട്ടോ. എംപ്ലോയ്മെൻറ്റ് പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റുകളൊന്നും അംഗീകരിക്കില്ല. അപ്പോൾ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കൊടുക്കുക കേട്ടോ. പിന്നെ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഈ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും സിഗ്നേച്ചറൊക്കെ ആണെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ട് തന്നെ ക്ലാരിറ്റിയോട് കൂടി PDF ആക്കി അപ്ലോഡ് 500 KB കൂടാതെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നേറ്റിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. കേരളീയൻ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് എല്ലാ റിസർവേഷൻസും കിട്ടുള്ളൂ. അപ്പോൾ അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊടുക്കണം. നമുക്കിപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ജനിച്ച കുട്ടിയാണ്, SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ കേരളീയനാണ് എന്നുള്ള ആ ഒരു പ്ലേസ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് അവിടെ നേറ്റിവിറ്റി പ്രൂഫിനായിട്ട് കൊടുക്കാം. ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതല്ല വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിയാണെങ്കിലും കൊടുക്കാം. അപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏത് റിസർവേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിൽ പറയാനുള്ളത് എവിടെയാണ് നമുക്ക് ഈ ഒരു ഇത് കിട്ടുന്ന പ്രോസ്പെക്ടസ് കിട്ടുന്നതും അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ വെബ്സൈറ്റ് ഇതാണ്, ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണ്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യം എടുക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ അഡ്മിഷൻ കീം കിടക്കുന്നുണ്ട്, തൊട്ട് താഴെ BPharmൻ്റെ അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. ഇതിൽ 3 ഇയർ LLB 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ ന്യൂ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും. ഇതിൽ ആദ്യം തന്നെ പ്രോസ്പെക്ടസ് ഉണ്ട്. പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിച്ച് നോക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കോൺടാക്ട് നമ്പറും ഇതിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതിൽ നോട്ടിഫിക്കേഷൻ ആൻഡ് ഗവൺമെൻറ് ഓർഡർ എന്ന് പറഞ്ഞ് രണ്ടാമത് കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ലൈക്ക് ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ചിലപ്പോൾ ലാസ്റ്റ് ഡേറ്റ് നീട്ടിയേക്കാം, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ഒരു വെരിഫിക്കേഷനൊക്കെ കഴിയുമ്പോൾ അത് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ഒരു സമയമുണ്ട്. മനസ്സിലായോ? പിന്നെ നമ്മൾക്ക് എക്സാമിന് മുമ്പായിട്ട് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ വെബ്സൈറ്റിൽ വന്നിട്ട് ഈ നോട്ടിഫിക്കേഷൻ ആൻഡ് ഗവൺമെൻറ് ഓർഡർ എപ്പോഴും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കണം. പിന്നെ നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യേണ്ട സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളത് ഈ മൂന്നാമത് പ്രീ റിക്വസ്റ്റീസ് ഫോർ അപ്ലൈയിങ് ഓൺലൈൻ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു PDF കിട്ടും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ വേണം, അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നമുക്കൊരു കമ്പ്യൂട്ടർ സിസ്റ്റം വേണം, ഇൻ്റർനെറ്റ് വേണം, ബ്രൗസർ വേണം, PDF റീഡർ, അതായത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ
ക്ലിയർ ആയിട്ട് നമ്മൾ ഒരു PDF ആക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഇത് വേരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്, എൻട്രൻസ് കമ്മീഷണർ വേരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് അതോറിറ്റി എന്നൊക്കെ ആയാലും ഈ PDF ക്ലിയർ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ്റെ സമയത്ത് പ്രശ്നം വരും. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് മെമ്മോ പോലെ കറക്റ്റായിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് കറക്റ്റ് അതോറിറ്റി എന്നാണെന്ന് നോക്കുക, സീലും സൈനും അതിലുണ്ടോ എന്നുള്ളത് നോക്കുക. നമ്മൾ വാങ്ങുന്ന ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ സീലും സൈനും ഉണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനാണോ എന്നുള്ളത് നോക്കുക. പിന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് ആ ഒരു PDF ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID, അത് ഈ അഡ്മിഷൻ കഴിയുന്നത് വരെ നിങ്ങൾക്കൊരു SMS വന്നാലോ ഒരു മെയിൽ വന്നാലോ നിങ്ങൾ അറിയുന്ന, ചിലപ്പോൾ ഇതിന് പേഴ്സണൽ, ഇപ്പോൾ എൻട്രൻസ് കമ്മീഷണർ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മെയിലോ മെസ്സേജോ അയച്ചെന്ന് വരില്ല. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഒരു കാരണങ്ങളുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് നമ്പർ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളോട് പിന്നെ എടുത്ത് പറയുകയാണ്, വെബ്സൈറ്റിൽ ഞാൻ പറഞ്ഞില്ലേ നോട്ടിഫിക്കേഷൻ ആൻഡ് ഗവൺമെൻറ് ഓർഡർ, അതിലൂടെയാണ് നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻസ് തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതും ക്ലാരിറ്റിയോടുകൂടി തന്നെ ആ ഒരു പറഞ്ഞിരിക്കുന്ന സൈസിലൊക്കെ ആക്കാനും, എത്രയാണ് സൈസ് എന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതിലൂടെ ആക്കാനൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് വേണ്ടത് പ്രൂഫ് ഫോർ നാഷണാലിറ്റി, ഇന്ത്യൻ ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. അത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് തന്നെ അതിൽ ഇന്ത്യൻ എന്ന് എഴുതിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് തന്നെ മതിയാവും. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തിന് SSLC സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. നേറ്റിവിറ്റി പ്രൂഫ് ചെയ്യാനുള്ളത്, നേറ്റിവിറ്റി പ്രൂഫ് ഇമ്പോർട്ടൻ്റ് ആണ്. കേരളീയൻ ആണെന്ന് തെളിയിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് റിസർവേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേറ്റിവിറ്റി പ്രൂഫ് ചെയ്യാൻ, ഇപ്പോൾ കേരളത്തിലല്ല നിങ്ങളുടെ അച്ഛനും അമ്മയും ആരെങ്കിലും കേരളത്തിലാണ് ജനിച്ചതെങ്കിലും കേരളീയനായിട്ട് പരിഗണിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത്, നിങ്ങളുടെ പാരൻസിൽ ആരുടെയെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിച്ച ആളാരാണോ അദ്ദേഹത്തിൻ്റെ ആ ഒരു SSLC സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോടൊപ്പം തന്നെ നിങ്ങൾ അദ്ദേഹം തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൂടി വേണം. അപ്പോൾ അങ്ങനെ 2 PDF ഒക്കെ ഒരു സ്ഥലത്ത് അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് രണ്ടും കൂടി മെർജ് ചെയ്തിട്ട് ഒറ്റ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാവരും തന്നെ വെക്കുന്നതായിരിക്കും. ഏത് കാറ്റഗറിയിലുള്ളവരാണെങ്കിലും, ചെറിയ ഇൻകം ഒക്കെ ഉള്ളവരാണെങ്കിൽ, 8 ലക്ഷത്തിൽ താഴെ വരുമാനമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഇൻകം സർട്ടിഫിക്കറ്റ് അങ്ങ് വച്ചേക്കാം കേട്ടോ. അപ്പോൾ OBC NCL ആണെങ്കിൽ വാങ്ങുമ്പോൾ തന്നെ അതിൽ ഇൻകം പറയുന്നുണ്ടെങ്കിൽ അത് തന്നെ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ പ്ലേസിലും കൊടുക്കാം. പിന്നെ EWS സർട്ടിഫിക്കറ്റിലും നിങ്ങളുടെ ഇൻകം പറയുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് പിന്നെ വേറെ ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നില്ല. ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ പ്ലേസിലും EWS റിസർവേഷൻ കാണിക്കുന്ന പ്ലേസിലും ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ ഇൻകം ചോദിക്കുന്ന സ്ഥലത്തും ഇൻകം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാവരും വാങ്ങി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് അല്ലാത്തവർ, ഇപ്പോൾ OBC NCL സർട്ടിഫിക്കറ്റോ EWSോ അല്ലാത്തവർ ഈ പറയുന്ന പോലെ ഇൻകം പെട്ടെന്ന് തന്നെ കിട്ടും. അത് വില്ലേജ് ഓഫീസിൽ ഒരു ഇത് കൊടുത്താൽ മതി, നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് ഇൻകം സർട്ടിഫിക്കറ്റ്. പിന്നെ NCL സർട്ടിഫിക്കറ്റോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ EWS സർട്ടിഫിക്കറ്റോ ഒക്കെ കൊടുക്കുക. ഇപ്പോൾ നോൺ ക്രിമിനൽ, ഇപ്പോൾ 8 ലക്ഷത്തിൽ കൂടുതൽ വരും. അപ്പോൾ വില്ലേജ് ഓഫീസറാണ് നിങ്ങൾക്ക് 8 ലക്ഷം ഈ NCL സർട്ടിഫിക്കറ്റ് തരണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ NCL കിട്ടിയില്ല എങ്കിലും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇപ്പോൾ മുസ്ലിം മൈനോറിറ്റി വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മൈനോറിറ്റി കോട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കിട്ടുന്നതിനായിട്ട് നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതിനും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിനും നിങ്ങളുടെ SSLCയുടെ സർട്ടിഫിക്കറ്റിൽ കമ്മ്യൂണിറ്റി കറക്റ്റായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് തന്നെ മതി. അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഇൻ്റർകാസ്റ്റ് മാരേജ്, അതിൽ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഇൻ്റർകാസ്റ്റ് മാരേജിൽ ഒരാൾ SC ST ആണെങ്കിൽ ആ SC STയുടെ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കിട്ടും, ഫീ കൺസെഷൻ ഉൾപ്പെടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ OECയിലൊക്കെ ഫീ കൺസെഷനുള്ള ചില കാറ്റഗറി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഏതാണെന്നുള്ളത് പ്രോസ്പെക്ടസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് വാങ്ങി നൽകാം കേട്ടോ. കാരണം ഫീ കൺസെഷൻ എന്ന് പറയുന്നത് വലിയൊരു ഗുണമാണ്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ SC ST കാൻഡിഡേറ്റ്സിനും OEC കാൻഡിഡേറ്റ്സിനും ഫീ കൺസെഷൻ OECയിൽ ചില കാറ്റഗറിക്ക് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രോസ്പെക്ടസിൽ. അപ്പോൾ അങ്ങനെയുള്ളവരും ഒക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഫീ കൺസെഷനുള്ള കാറ്റഗറി ഏതാണെന്ന് നിങ്ങളുടെ കാറ്റഗറിയിൽ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആ ഒരു സർട്ടിഫിക്കറ്റ് കറക്റ്റായിട്ട് വാങ്ങി നൽകുക. കാരണം നമുക്ക് ഫീ കൺസെഷൻ എന്ന് പറയുന്നത് ഫീ ഒന്നും തന്നെ കൊടുക്കേണ്ട, ട്യൂഷൻ ഫീസ് ഇനത്തിൽ നിന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ സ്പെഷ്യൽ റിസർവേഷൻ ഏതൊക്കെയാണെന്നുള്ളത് പ്രോസ്പെക്ടസ് ഉണ്ട്, അത് നിങ്ങൾ നോക്കിയിട്ട് അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ എല്ലാം തന്നെ ഒറിജിനൽ നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം തന്നെ ഒറിജിനൽ വേണം. അപ്പോൾ അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് തന്നെ എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നമുക്കിപ്പോൾ
850 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. SC/BC കാൻഡിഡേറ്റ്സിനും ജനറൽ കാറ്റഗറിക്കൊക്കെ വരുന്നത്. SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 425 രൂപ മാത്രം ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ചിട്ട് അടയ്ക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം അപ്ലൈ ചെയ്യാൻ എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൗ ടു അപ്ലൈ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഒരു PDF നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ചിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്ട്രേഷനാണ്. ആ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിൽ ക്ലിയർ പറയുന്നുണ്ട്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ നിങ്ങളുടെ പേരും നിങ്ങളുടെ പാരൻസിൻ്റെ പേരും ഒക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അത് തെറ്റിപ്പോകരുത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന രജിസ്ട്രേഷൻ, നമ്മുടെ പേര്, നമ്മളിപ്പോൾ കാറ്റഗറി അവിടെ ഡ്രോപ്പ് ഡൗൺ ഉണ്ടാവും, അതിൽ ചോദിച്ചേക്കുന്നത് കൊടുക്കുക. SC/ST ആണെങ്കിൽ SC/ST കൊടുക്കുക, അതല്ലാത്തവരാണെങ്കിൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏതാണെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അതേഴ്സിൽ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, മെയിൽ ID ഒക്കെ കൊടുക്കുന്ന ആദ്യത്തെ ഈ ഒരു രജിസ്ട്രേഷൻ പറയാനുള്ള ഈ രജിസ്ട്രേഷൻ അത് നമുക്ക് പിന്നീട് തിരുത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാസ്വേഡ് നിങ്ങൾ കൊടുക്കുന്നതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് പ്രോസസ്സ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ കൊടുക്കുക. പിന്നെ ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് തന്നെ കൊടുക്കുക കേട്ടോ. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ഒരു 850 അല്ലെങ്കിൽ 425 എന്നുള്ള ആ ഒരു ഫീസ് അടക്കലാണ്. അത് നിങ്ങൾക്ക് ഓൺലൈനോ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ എങ്ങനെ വേണമെങ്കിലും അടക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതുപോലെ തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ട ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളാക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ ഇതിനൊക്കെ ഇതായിട്ടുള്ള ആപ്പുകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അക്ഷയോ കഫേയിലോ ഒക്കെ പോയിട്ട് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫീസ് അടക്കേണ്ടതെന്നുണ്ട്. പിന്നെ എങ്ങനെയെങ്കിലും ഡൗട്ട്സുകൾ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് കുട്ടികൾ ചോദിച്ചേക്കുന്ന ഡൗട്ട്സുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞേക്കണ പോലെ ആ ഒരു എങ്ങനെയാണ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു 5 സ്റ്റെപ്പാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു ഇത് പ്രിൻ്റ് ഔട്ട് എടുക്കണം കേട്ടോ. ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൽ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ഉറപ്പാക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഫോൺ നമ്പേഴ്സ് ഉണ്ട്, കോൺടാക്ട് നമ്പേഴ്സ് ഇതിലുണ്ടാവും. അല്ലെങ്കിൽ സിയുടെ കോൺടാക്ട് നമ്പർ ഇവിടെ ഉണ്ട്, മുകളിലുണ്ട്. കോൺടാക്ട് എന്ന് പറഞ്ഞ് ഇവിടെ കിടക്കുന്നുണ്ടോ, റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഹോമിൻ്റെ ഇപ്പുറത്തായിട്ട് അവിടെ നിങ്ങൾക്ക് അടിച്ചു കൊടുത്താലും കോൺടാക്ട് നമ്പറുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡൗട്ടുകളുണ്ടെങ്കിൽ കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.